ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാകുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം. ജയോ രാധാ ശ്യാമ സുന്ദരാധേ. ജയോ ഗൗരനിതായ് ജയോ ഗൗരനിതായ്. ജയോ ജയോ പ്രഭുപാദ് ജയോ ജയോ ഗുരുദേവ് നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ. കൃഷ്ണ ബലറാം കി ജയ. രാധാ ശ്യാം സുന്ദർ ലളിത ദേവി की जय. गुरु निताय की जय. पंचतत्व की जय. षड्गोसाविस की जय. गुरु परंपरा की जय. जय 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 श्री राधेश्याम. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. കൃഷ്ണ ഭഗവാൻ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോമൃത്യും നമാമ്യ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോമൃത്യും നമാമ്യ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോമൃത്യും നമാമ്യ. ശ്രീ ശ്രീ നരസിംഹ ഭഗവാൻ കി ജയ്. നരഹരി കി ജയ്. പ്രഹ്ലാദ് മഹാരാജ് കി ജയ്. ജയ 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 ശ്രീ രാധേശ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു ജാതക ഭഗവാന്റെ എന്താ പേരിട്ടു അല്ലെ. നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് ഭഗവാന് പേരിട്ടു അല്ലെ. ഗർഗമുനിയെ വരുത്തിയിട്ട് നമ്മളെല്ലാരും കൂടെ പേരിട്ടു. എന്താണ്? എല്ലാവരെയും ആകർഷിക്കുന്നവനായതുകൊണ്ട് കൃഷ്ണ എന്നുള്ള പേരിട്ടു. ബലരാമനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബലത്തിൽ അദ്ദേഹത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ബലരാമൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ അങ്ങനെ സഹസ്രനാമങ്ങൾ ഇങ്ങനെ അവരുടെ ഓരോരോ ലീലകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പം കൃഷ്ണ എന്നുള്ള പേര് നമ്മൾ കാണുന്നുണ്ട്. കേശിയെ കൊന്നതുകൊണ്ട് കേശവനെ, മുരാരിയെ കൊന്നതുകൊണ്ട് മുരനെ കൊന്നതുകൊണ്ട് മുരാരി എന്നുള്ള പേര്. അങ്ങനെ ഭഗവാൻ ഓരോരോ പേരുകൾ കിട്ടിയിരിക്കുന്നത് ഭഗവാന്റെ ഓരോ ലീലകളിൽ പെട്ടിട്ടാണ്. അങ്ങനെ ലീലകൾ മുഖാന്തരം ഭഗവാന് വളരെ വളരെ പേരുകളുണ്ട്. ആ പേരിടിയിലൊക്കെ നമ്മൾ നല്ലോണം നടത്തി. പക്ഷെ നമ്മൾ രഹസ്യമായിട്ടായിരുന്നു നടത്തിയത്. എന്തുകൊണ്ടാ? കംസനെ പേടിച്ചിട്ട്. ഇനി നമ്മൾ ഭഗവാന്റെ ബാലലീലകളിലേക്കാണ് കടക്കുന്നത്. ആ ബാലലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട എന്നുള്ളതാ. എല്ലാവരെയും മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ വെറും ഒരു പൈതലായിട്ട് പാടിയില് ഭഗവാന്റെ ആ ബാലൻ എങ്ങനെയാണ്, ഒരു കുഞ്ഞു ബാലന്, ഒരു കൊച്ചെങ്ങനെയാണ് ആദ്യം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെഡയിൽ ഇങ്ങനെ അമ്മയുടെ ഓരം പറ്റി കിടക്കുന്നു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുട്ടി കമന്ന് വീഴുന്നു. കമന്ന് വീണിട്ട് തലയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. നോക്കൂ,
സാക്ഷാത് ത്രിലോകിനാഥനാണ് അല്ലെ, 14 ലോകത്തിനും അധിപനാണ്, എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും അധിപനാണ്. പക്ഷെ ആ ഭഗവാന്റെ ആ ഒരു ലീലകൾ നോക്കും. ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനന്ദിക്കണമായിരുന്നു. സഖരസത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ അവതാരം തന്നെ എടുത്തതെന്നുള്ള വാത്സല്യരസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭഗവാന് യശോദമ്മയിൽ നിന്നും നന്ദബാബയിൽ നിന്നിട്ടും വാത്സല്യരസം കിട്ടുന്നുണ്ട്. എന്നിട്ട് അത് പോരാ, അത് പോരാന് അതിന് വേണ്ടിയിട്ട് ഭഗവാന് ഓരോരോ ലീലകളും ഇങ്ങനെ ആടുവാണെന്നുള്ളത് സഖമാരുടെയൊക്കെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഈ പറയുന്നത് പോലെ വസുദേവനാണ്, വസുദേവന്റെ പുത്രനായിട്ടുള്ള വാസുദേവനാണ്. അതുപോലെ നന്ദന്റെ പുത്രനായിട്ടുള്ള നന്ദ തനയനാണ്. അതുകൊണ്ട് യശോദ തനയനാണ്. എന്തെല്ലാം പേരുകളിലും ഏതെല്ലാം നാടുകളിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഭഗവാനെ രക്ഷിച്ചു പോകുന്ന ആ ഭഗവാന്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബാലലീലകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭഗവാന് അമ്പാടിയിലാണുള്ളത്. അമ്പാടിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും മോഹിപ്പിച്ചുകൊണ്ട് ജനിച്ച അന്ന് തൊട്ടേ എപ്പം അമ്പാടിയിൽ വസുദേവര് കൊണ്ട് കിടത്തിയോ അന്ന് തൊട്ടേ ഗോപന്മാരും ഗോപികളും എല്ലാം ഈ നന്ദഗ്രഹത്തിലാണ്. എന്തുകൊണ്ടാ? അവർക്ക് പോകാനേ മനസ്സ് വരുന്നില്ല. ഇങ്ങനെ ഒരു ഉണ്ണിയെ കണ്ടിട്ട് ആരാണ് പോകുന്നത്? ദേവന്മാരും അതേപോലെ തന്നെ ആകാശത്തങ്ങ് നിരന്ന് നിൽക്കുവോ ഭഗവാന്റെ ഓരോ ലീലകളും കാണാൻ വേണ്ടിയിട്ട്. ഭഗവാനാണെന്നുണ്ടെങ്കിൽ കമന്ന് വീഴുന്നു. മാനുഷികമായിട്ടുള്ള എല്ലാ ചാഞ്ചല്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ടെന്നുള്ളത്. കമന്ന് വീണിട്ട് പതുക്കെ നീന്തുന്നു. നീന്തി കഴിഞ്ഞിട്ട് മുട്ടുകാലയില് നിൽക്കുന്നു. മുട്ടുകാലയിൽ നിന്ന് പിടിച്ച് എഴുന്നേൽക്കുന്നു. എന്നാലോചിച്ചു പോലും പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് പിന്നെ കുഞ്ഞായിട്ട് പാദങ്ങൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 1-2 അടി വെക്കും. അപ്പോഴത്തേക്ക് അങ്ങോട്ടും എന്ന് പറഞ്ഞ് വീഴുന്നു. ഉടനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ കൂട്ട് ടൈൽസ് ഇട്ട തറയൊന്നുമല്ല. നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ എവിടെയായിരുന്നു ടൈൽസ് ഇട്ടിരുന്നത്? എല്ലാം മണ്ണും പൊടികളും ഒക്കെ അല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ആ മണ്ണിലും പൊടികളും ഇപ്പോഴായി കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ എന്താ ചെരുപ്പിട്ടോണ്ടേ വെളിയിൽ ഇറക്കും. എന്തുകൊണ്ട്? നിങ്ങൾ നേച്ചർ തന്നെ ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് പവർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവിധ പ്രൊട്ടക്ഷനും കൂടിയാണ്. പക്ഷെ മനുഷ്യനെന്താ? ഭഗവാന്റെ വിശ്വാസമില്ല. അതുകൊണ്ട് എന്താ? നമ്മൾ സ്വയം പ്രൊട്ടക്ഷൻ എടുക്കാൻ തുടങ്ങും. അങ്ങനെയാ ഈ കൊച്ചുങ്ങളെ അന്നുണ്ടെങ്കിൽ മണ്ണിലും പൊടിയിലും ഒന്നും വിടില്ല. പിന്നെ മണ്ണ് ചവിട്ടാൻ വിടില്ല. ഉടനെ അവരെ ചെരുപ്പിടിയിച്ചാണ് വെളിയിലോട്ട് വിടുന്നത്. അതുകൊണ്ട് എന്താ? കൊച്ചുങ്ങൾക്ക് റെസിസ്റ്റൻസ് പവറേ ഇല്ല. ഏതെങ്കിലും ഒരു കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അവർക്ക് ഉടനെ അസുഖം പിടിക്കുക ചെയ്യുന്നത്. നമ്മളിപ്പം മഹാരാഷ്ട്രയിലൊക്കെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്നറിയാമോ? ആദ്യത്തെ മഴ വരുമ്പോഴേ ഈ ബോംബെയിലെ മറാഠികൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ കൊച്ചുങ്ങളെ അങ്ങ് തുറന്നു വിടുക ചെയ്യുന്നത്. അവർ ആ മഴയത്ത് കുളിക്കുക. ആ മഴയത്ത് കുളിച്ചത് കൊണ്ട് എന്ത് തോന്നും? അവർക്ക് പിന്നെ എത്ര മഴ നനഞ്ഞു കഴിഞ്ഞാലും പനി വരില്ല. നമ്മൾ കെട്ടിപ്പൊതിഞ്ഞാണെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ അകത്ത് തന്നെ, യോ മഴയത്ത് പോവല്ലേ പനി പിടിക്കുകയോ എന്ന് പറഞ്ഞ് നമ്മൾ അകത്ത് തന്നെ വെക്കും. പക്ഷെ ഈ കൊച്ചുങ്ങളെ ആകസ്മികമായിട്ട് എന്തെങ്കിലും ഒരു ഒരു തുള്ളി അവരുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം അവർക്ക് പനിയായി എന്നുള്ളത്. എന്തുകൊണ്ടാണ്? നേച്ചറിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നേച്ചർ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം അതിന് വേണ്ടാന്ന് വിചാരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഈ മലയാളി കൊച്ചുങ്ങൾക്ക് മാത്രമേ ഉള്ളെന്നുള്ള ഒരു ക്ലൈമറ്റ് അങ്ങോട്ട് മാറുന്ന സമയത്തുണ്ടല്ലോ, ഒരു ഒരു ചൂടത്തിൽ നിന്ന് ഒരു തണുപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അസുഖം. തണുപ്പിൽ നിന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹോട്ട് ക്ലൈമറ്റ് വരുന്ന സമയത്ത് ഉടനെ അസുഖം. അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമായി പറയുന്നത്. നമുക്കൊക്കെ അങ്ങനെ ഒരു ഓവർ പ്രൊട്ടക്ഷനിൽ നമ്മൾ വളർത്തിയത് കൊണ്ട് നേച്ചറിന്റെ കൂടെ അവരെ കളിക്കാനൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിന്റെ ആ പ്രൊട്ടക്ഷനിൽ അവർ ജീവിക്കാനും നമ്മൾ അനുവദിച്ചേ പറ്റത്തുള്ളൂ. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണ് സഫർ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ അവര് വളരെ നല്ലതായിട്ടാ വളർത്തുന്നതെന്ന് തോന്നും. പക്ഷെ നമ്മൾ അവരെ ഇൻഡയറക്റ്റ് ഉണ്ടല്ലോ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം നമ്മൾ കൈകടത്തി അടിച്ചമർത്തുന്ന ആ ഒരു ജീവിതം അവർക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഓവർ പ്രൊട്ടക്ഷനില്. പക്ഷെ ഇവിടെ കൃഷ്ണൻ അങ്ങനെയല്ല. എന്താ അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാലികളുടെ ഇതാണ്, കന്നുകാലികളുടെ പശുക്കളെ മേയിച്ചിട്ടുള്ള ആ ഒരു ഗ്രൂപ്പാണ് ഇവര്. അവരുടെ ഉപജീവനം തന്നെ പശുക്കളിൽ നിന്നാണ് എന്നുള്ളത്. അവരതിനെ എന്ത് ചെയ്യുന്നറിയാമോ?
ഏതെങ്കിലും ഒരു നദീ തീരത്ത് ഇവര് സെറ്റിലാകും. പുല്ലും ഒക്കെയുള്ള ഒരു കുന്നും ഒരു നദി, ഇത് രണ്ടും മതി അവർക്ക്. എന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു വീടുകളെല്ലാം വെച്ച് അവിടെ ഇങ്ങനെ നമ്മള് പണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണുന്നില്ല, പണ്ട് ഈ ഒട്ടന്മാര് വന്ന് വെച്ച്, ഒട്ടന്മാരെന്ന് പറയുന്ന ആളെയായിരിക്കുമല്ലോ, ആ ഒട്ടന്മാര് വന്ന് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ടെന്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ അവർ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ വേറെ എവിടെയെങ്കിലും പോകും. അങ്ങനെ അതേ രീതിയിലാണ് ഇവരും. ഇവിടുത്തെ പുല്ലെല്ലാം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? വേറെ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ സ്ഥലം അന്വേഷിച്ച്, പുല്ലുള്ള സ്ഥലം അന്വേഷിച്ച് അവര് പോകും. നമുക്കറിയാം വലിയ ആളുകളായി കഴിഞ്ഞാൽ അവര് പണ്ടുമായിട്ട് കഴുകി ചേർന്ന ആൾക്കാരാണെന്ന്. അങ്ങനെ ഭഗവാനായി കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് വീഴുന്ന സമയം ഉണ്ടല്ലോ, ഉടനെ ഗോപിമാര് വന്ന് നടന്നുണ്ടെങ്കിൽ എടുത്ത് തുടച്ചു വൃത്തിയാക്കി ആ മണ്ണെല്ലാം തുടച്ച് പിന്നെ എന്നിട്ട് അത് നേരെ ചെളിയിലായിരിക്കും വീഴുന്നത്. എന്തെല്ലാ പെണ്ണുങ്ങളാ ഒരു ദിവസം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാര്യം പറയുന്നത്. പിന്നത്തുള്ള 3 വയസ്സൊക്കെ ഉള്ള സമയത്താ മഴയല്ലേ, മഴ വൃന്ദാവനത്തിലേക്ക് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ് ടപ് ടം പറഞ്ഞ് മഴ അരമണിക്കൂർ വരും, എന്നിട്ട് അതേപോലെ അങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ ഈ അരമണിക്കൂർ വൃന്ദാവനം മുങ്ങാൻ എന്തുകൊണ്ടാന്ന് അറിയുമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കെല്ലാം അച്ചടയും കൊടുക്കും. സിഗ്നൽ വീക്കാണ്. മാതാജി പെട്ടെന്ന് വരും, എല്ലാരും ക്ഷമയോടെ കാത്തിരിക്കുക. ഹരേ കൃഷ്ണ. വന്ന് വൃന്ദാവനത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, സിഗ്നൽ വീക്കാവും. ശേ, ഉണ്ട് കേട്ടോ, സിഗ്നൽ ഒരിച്ചിരി വീക്കാവും. എന്റെ ആനും എല്ലാരും കൂടെ കിടന്ന് കളിക്കുക. ഭഗവാനും എല്ലാവരും നിന്ന് കളിക്കുന്ന സമയത്ത് ആ ചെളിയിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് സാക്ഷാത് ത്രൈലോക്യനാഥനായിട്ടുള്ള കൃഷ്ണനോ, ഇത് ചുമ്മാതാ, ഇത് നന്റെ കുട്ടി തന്നെയാ, ഇത് ആളുകളെ കളിപ്പിക്കുകയാണ്. അതുപോലെ വെള്ളമുള്ള സ്ഥലത്തുമാണ് അവർ സെറ്റിൽ ചെയ്യുന്നത്. അവർ സെറ്റിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലത്താണ്. അന്നേരം എന്താ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊട്ടാരം പോലെയുള്ള വീട് തന്നെയാണ് നന്ദഗോപൻ. ഭയങ്കര വലുതാണ് ഇവരുടെ മിറ്റം എന്ന് പറയുന്നത്. ആ മിറ്റത്താണെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ ഇങ്ങനെ കളിക്കുക, മണ്ണെല്ലാം വാരി ദേഹത്തൂടെ ഇടുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അതേപോലെ വൃന്ദാവനത്തിലുണ്ടല്ലോ, മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനം അരമണിക്കൂറേ ഇവിടെ മഴ പെയ്യത്തുള്ളൂ. പക്ഷെ ഈ അരമണിക്കൂറിലുണ്ടല്ലോ വൃന്ദാവനം മുങ്ങുമെന്നുള്ളതാ. വൃന്ദാവനം മുങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ഒരുപാട് ആശ്രമങ്ങളുണ്ട്. ഈ ആശ്രമക്കാർ ഓരോരുത്തർക്കും ഓരോരോ ഇങ്ങനെ ദാനത്തിൽ അന്നദാനം കൊടുക്കും. അന്നദാനം കൊടുക്കുന്ന സമയത്ത് ഈ പത്തലയിലൊക്കെ ഇലകളിലൊക്കെ കൊടുക്കുന്നത്. അല്ലെ ഇവരെന്ത് ചെയ്യും? കഴിച്ചിട്ട് അങ്ങോട്ട് അങ്ങിടും, ആ കട്ടറിലോട്ട് തന്നെ. ആ കട്ടറെല്ലാം അങ്ങനെ അറിയാം. അങ്ങനെ വെള്ളം പോകാൻ സ്ഥലമേ ഇല്ല എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങ് വെള്ളമൊക്കെ പറ്റും. അങ്ങനെ ഒരു മഴ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണനും കൂട്ടരും കൂടി ഇങ്ങനെ കാര്യമായിട്ട് കളിക്കുന്നത് എവിടെയാ? എന്നിട്ട് മണലും ഈ ചെളിവെള്ളത്തിലും എല്ലാം കിടന്ന് ഉരുണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുർവാസാവ് അവിടെ വരുന്ന സമയത്ത് ഇത് ത്രൈലോകിനാഥനായിട്ടുള്ള കൃഷ്ണനോ, ഈ കൃഷ്ണൻ ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റില്ല, ഇത് വെറും നന്ദഗോപന്റെ മകനാണ്. മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഗോലോക വൃന്ദാവനേശ്വരൻ ഇങ്ങനെയോ ഒരിക്കലും ഇതാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ആലുണ്ട്, ആ ആലിന്റെ മൂട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
ചെന്ന് ധ്യാനത്തിൽ ചെയ്യുന്ന സമയത്ത് ഈ കൃഷ്ണൻ എന്ത് ചെയ്തു? ആ ചെളിയും വെള്ളവും എല്ലാട്ടും പരണ്ട ദേഹം എന്നിട്ട് നേരെയാണെന്നുണ്ടെങ്കിൽ ദുർവാസാവിന്റെ മടിയിൽ ചെന്നിരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? നേരെ മൂക്കിൽ കുടുങ്ങ് ഉള്ളിൽ പ്രവേശിച്ചു. ഉള്ളിൽ പ്രവേശിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 14 ലോകവും ആർക്കാ കാണിച്ചു കൊടുക്കുന്നത്? നമ്മുടെ സാക്ഷാൽ ദുർവാസാവിന് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ ഞാനിപ്പോ ആരാണെന്നുള്ളത്? ഈ 14 ലോകത്തിന്റെ അധിപനാണ്. പക്ഷെ എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് കൂടുതൽ ഇഷ്ടം. ഈ അമ്പാടിക്കണ്ണനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഗോപാലനായിട്ട് അല്ലെങ്കിൽ ഗോവിന്ദനായിട്ട് ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദുർവാസാവിനെ പോലും ഭ്രമിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു എന്താ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് വീഴും, പിന്നെ എഴുന്നേക്കും, ആ മണ്ണെല്ലാം തുടച്ച് പിന്നെ ഇതാക്കും. യശോദാമ്മയാണെങ്കിൽ രാവിലെ എന്ത് ചെയ്യും? ഉണ്ണിക്കണ്ണനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണർത്തി പാലെല്ലാം കൊടുത്തതിന് ശേഷം നല്ലോണം മുടിയെല്ലാം ചീവി നല്ലതുപോലെ കെട്ടി മയിൽപ്പീലിയൊക്കെ വെച്ച് നല്ല ആഭരണങ്ങളൊക്കെ ഇടിയിപ്പിച്ച് രത്നങ്ങളെ കൊണ്ടുള്ള ആഭരണങ്ങൾ അങ്ങനെ പറയണ്ട. 9 ലക്ഷം പശുവാണെന്ന് ഓർത്തോണം. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അന്നേരം കഥ തുറന്നു കൊടുക്കാൻ പോയതാ. ഹരേ കൃഷ്ണ, ഹരിപോൽ. എന്നിട്ട് എന്ത് ചെയ്യും? യശോദാമ്മ നല്ലതായിട്ട് ആണയിച്ചൊരുക്കി മഞ്ഞപ്പട്ടൊക്കെ അങ്ങോട്ട് ഉടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ നല്ല പൈസക്കാർ. 9 ലക്ഷം പശുക്കളെ ഇവർക്കുള്ളത്. അതുമല്ല ഈ ഗോപാലന്മാർ എന്ത് ചെയ്യും? 3 വയസ്സുള്ളെങ്കിലും അന്നേരം തൊട്ട് ജോലി ചെയ്യാൻ പോയി എന്നുള്ളത്. അന്നേരം തൊട്ട് ജോലി ചെയ്യുന്ന എന്ത് ജോലിയാ? പശുക്കുട്ടികളുണ്ട്. ആ പശുക്കുട്ടികളെ മേയ്ക്കാനുള്ള പണിയാണ് കൃഷ്ണന് കൊടുത്തത്. ആ കൃഷ്ണന് അതേ ഏജിലുള്ള കുട്ടികൾ നേരെ കൃഷ്ണന് നല്ല മണ്ണിന്റെ ഒരു ഇതായിട്ട് പേസ്റ്റ് ഒക്കെ അങ്ങോട്ട് ഇത് ആണെന്നുണ്ടെങ്കിൽ ആ മയിലുകളാണെന്നുണ്ടെങ്കിലും പീലികളാണെന്നുണ്ടെങ്കിൽ അടർത്തിയിട്ടുണ്ടായിരിക്കും. ആ പീലികളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തും. കുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? മരത്തിൽ നിന്നിട്ട് പൂക്കൾ ശേഖരിക്കും. പൂക്കൾ ശേഖരിച്ച് വലിയൊരു മാല അങ്ങ് കിട്ടും. മാല കിട്ടിയിട്ട് ആ മാല ഭഗവാൻ ധരിപ്പിക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് വനമാലി എന്നുള്ള പേര് വരുന്നത് തന്നെ. ഈ കുട്ടികളാണ് അത് മുട്ടിന് താഴെ കിടക്കും ആ മാല. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഈ വനമാലയാണ് എന്നുള്ളത്. അങ്ങനെ അവരുടേതായിട്ടുള്ള അണിയിച്ചൊരുക്കങ്ങളാണ് ചെയ്യിക്കുന്നത്. അങ്ങനെ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരം എല്ലാം കൊണ്ടുപോകും. എല്ലാവരും കൂടെ ചുറ്റിനിരിക്കും. നമ്മളൊക്കെ ഒരു ുണ്ടെങ്കിൽ നമ്മൾ വീടിന് വെളിച്ചോട്ട് പോലും ഇറക്കില്ല, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? എയർടെല്ലുകാര് വിളിക്കുന്നത്. കുട്ടികളെ നമ്മൾ അത്രയ്ക്കും ഓവർ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് 3 വയസ്സുള്ള കൊച്ചിനെ നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വിടുന്നത്? വനത്തിലേക്കാണ് വിടുന്നത്, അല്ലെ? വനത്തിലേക്ക് വിട്ടു. അവര് രാവിലെ പോയി കഴിഞ്ഞാൽ ആഹാരം എല്ലാം കൊണ്ടുപോകും. നമ്മൾ ഇപ്പോഴായാലും 5-8 വയസ്സുള്ള കൊച്ചുങ്ങൾക്കും വാരി കൊടുക്കുക എന്നുള്ളത്. അന്നേരം ആ കൊച്ചിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ആ കൊച്ചിന് ഒരു കഴിവില്ലാത്തവനും ആക്കുകയാണ് നമ്മൾ ഈ മലയാളികൾ ചെയ്യുന്നത്. ഓവർ പ്രൊട്ടക്ഷനെ കൂടി ഈ കുഞ്ഞുങ്ങളെ എന്നുള്ളതാണ്. ഇത് ഭഗവാന് ഒരു ഡബ്ബയൊക്കെ കൊണ്ടുപോകും. അവർ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. എന്നിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. തിരിച്ചു വരുന്ന വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ 5 വയസ്സായി. 5 വയസ്സായി കഴിഞ്ഞപ്പോഴെന്താ, ഇതുവരെ പശുക്കുട്ടികളെ മേയിച്ചു. ഇനി എനിക്ക് ഉള്ളും അതുകൊണ്ട് വലിയ കല്ലുള്ള സ്ഥലത്തൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ കുഞ്ഞിന്
പ്രശ്നമാവും. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, യശോദാമ്മ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അന്നേരം കണ്ണൻ ഇങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞത്, എന്റെ പശുക്കൾക്ക് മൊത്തം വേണം, അതുകൊണ്ട് എന്റെ കൂടെ വരുന്ന ഗോപന്മാർക്കും എല്ലാവർക്കും ചെരുപ്പ് ഐ സബലമുരാരേ പാണിജാനു പ്രജാരേ കിമപി ഭവനഭാഗാൻ പൂഷയന്തോ പവന്തോ ചലിത ചരണ കഞ്ചോ കിമപി ഭവനഭാഗാൻ പൂഷയന്തോ ഭവന്തോ ചലിത ചരണ കഞ്ചോ മഞ്ജു മഞ്ജീര സിഞ്ച ശ്രവണ കുതുക ഭാജോ ചേര തുച്ചാരു വേഗാത്. കേൾക്കുന്നുണ്ടോ എല്ലാരും? കൃഷ്ണ ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് മാതാജി. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ പൂഷയന്തോ ഭവന്തോ ചലിത ചരണ കഞ്ചോ മഞ്ജു മഞ്ജീര സിഞ്ച ശ്രവണ കുതുക ഭാജോ ചേരതുശ്ചാരു വേഗാൽ. ഹരേ കൃഷ്ണ. മൃദു മൃദു വികസന്താവ് ഉന്മിഷദന്തവന്തോ വദനപതിത കേശോ ദൃശ പാദാബ്ജദേശോ ഭുജഗളിത കരാന്ത വ്യാലക കങ്കണാങ്കോ അതിമകരതമുച്ചേ പശ്യതാമിശ്വനിർണാം. മൃദു മൃദു വികസന്താവ് ഉന്മിഷദന്തവന്തോ വദനപതിത കേശോ ദൃശ്യപാദാബ്ജദേശോ ഭുജഗളിത കരാന്ത വ്യാലക കങ്കണാങ്കോ അതിമഹരതമുച്ചേ പശ്യതാമിശ്വനിർണാം. മൃദു മൃദു വഹസന്താവ് ഉന്മിഷ ദന്തവന്തോ വദന പതിത കേശോ ദൃശ്യപാദാബ്ജദേശോ ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാങ്കോ അതിമഹരമുച്ച പശ്യതാം വിശ്വനിർണാം വിശ്വനൂനാം. മൃദു മൃദു വഹസന്താ ഉന്മിഷദന്തവന്തോ വദന പതിത കേശോ ദൃശ്യപാദാബ്ജദേശോ ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാങ്കോ അതിമകരതമുച്ചേ പശ്യതാം വിശ്വനിർണാം. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃദു മൃദു വികസന്തൗ ഉന്മിഷദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാങ്കൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. മൃദു മൃദു വികസന്തൗ ഉന്മിഷദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ
ഭുജഗളിതകരാന്തവല്യകത്കങ്കണൗ മതിമഹരതുമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഹരേ കൃഷ്ണ ഹരേ മധു. കൃഷ്ണ, ഹരി ബോൾ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃദുമൃദുസന്ധാവന്തോ വദനപരിതകേശോ ദൃശ്യപാദാഭ്യവേശോ ഉപഗളിതകരാന്തവ്യാലകങ്കണാങ്കൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയുടെ ഹരേ വായിക്കേ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോ വായിച്ചോ. മൃദുമൃദു വികസാ സന്താപ വന്തൗ വദനപതി ദേശൗ ദൃശ്യപാദാബ്ദദേശൗ ഭുജഗളിതകരാന്താ വ്യാലകത് കങ്കണാങ്കൗ മതിമകര തമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. മൃദു മൃദു വികസന്താവ ഉന്മിഷ ദന്തവന്തോ വദന പതിത കേശോ ദൃശ്യപാദാബ്ജദേശോ. മനസ്സ് കുറച്ചു നേരം എവിടെയോ പോയി. അതാണ് അല്ല, കിട്ടുന്നില്ലായിരുന്നു മാതാജി. ആ കിട്ടുന്നില്ലായിരുന്നു. കുറച്ചേ കേൾക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അത് ശരി. മൃദു മൃദു വികസന്താവ ഉന്മിഷ ദന്തവന്തോ വദന പതിത കേശോ ദൃശ്യപാദാബ്ജ ദേശോ ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാങ്കോ അതിമഹരതമുച്ചേ പശ്യതാ വിശ്വനിർണാം. മൃദു മൃദു വികസന്താവ് ഉന്മിഷ ദന്തവന്തു വദന പതിത കേശോ ദൃശ്യപാദാബ്ജ ദേശോ ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാങ്കോ അതിമഹരതമുച്ചേ പശ്യതാം വിശ്വനൃണാം. ഇനി ഒരു പ്രവചിയോട് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്ത വ്യാളഗത് കങ്കണാങ്കൗ അതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഹരേ കൃഷ്ണ. മൃദു മൃദു വികസന്താ ഉന്മിഷ ദന്തവന്തോ. അന്നേരം എങ്ങനെയാ എല്ലാരും നോക്കി ഒരു പുഞ്ചിരി ഉണ്ട്. ഹരേ കൃഷ്ണന്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും മയക്കുന്ന ചിരിയല്ലേ. ആ ചിരിയിൽ മയങ്ങാത്തതായിട്ട് ഈ ലോകത്തിൽ ആരും ഇല്ലല്ലോ. എന്നിട്ട് എല്ലാരെയും നോക്കിയിട്ട് ഒരു കള്ളച്ചിരി ഇരിക്കും. കള്ളച്ചിരി ഇരിച്ചിട്ട് എന്ത് ചെയ്യും? അന്നേരം ആ പല്ല് വദന പതിത കേശോ ദൃശ്യപാദാബ്ജ ദേശോ പല്ലൊക്കെ ഇങ്ങനെ കുഞ്ഞാട്ട് ഇങ്ങനെ വരുന്ന സമയം. പിന്നെ അതേപോലെ നല്ല ചുരുണ്ട മുടിയല്ലേ. ആ ചുരുണ്ട മുടിയൊക്കെ ഇങ്ങനെ മുഖത്തോട്ടൊക്കെ അങ്ങോട്ട് വീണ് കിടക്കും. നമുക്ക് കൃഷ്ണന്റെ ചെറിയ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്തോ കൃഷ്ണന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഇതാ. അന്നേരം യഥാർത്ഥത്തിൽ അവർ കാണുന്ന സമയത്ത് ആ ഗോപികന്മാരുടെയും ഗോപന്മാരുടെയും അവരുടെയൊക്കെ മനസ്സിൽ എന്തുമായിരിക്കും അല്ലേ. പുലികളിത കരാന്ത വ്യാലക കങ്കണാങ്കോ. എന്നിട്ട് എന്ത് ചെയ്യും? കൈത്തണ്ടകളിൽ നിന്നിട്ട് ചിലപ്പോൾ വളയെല്ലാം ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തുണ്ടല്ലോ, കൈത്തണ്ടയിൽ നിന്ന് വളയെല്ലാം ഊർന്ന് വീഴും. എന്നിട്ട് അതൊന്ന് നോക്കും. അതൊന്ന് നോക്കിയിട്ട് പിന്നെ പോയി എടുക്കും. അങ്ങനെ ആ ഭഗവാന്റെ ആ ലീലകളിലുണ്ടല്ലോ അമ്പാടിയെ മൊത്തവും മതോന്മത്തരാക്കിയെന്നു എന്നുള്ളതാ ഭഗവാന്റെ ആ ലീലകളിൽ. കുഞ്ഞു കുഞ്ഞായിട്ട് നടക്കുന്ന ആ ലീല മനസ്സിൽ ഇങ്ങനെ ഒന്ന് കണ്ടാട്ടെ എല്ലാവരും. എന്നിട്ട് കൈപിടിച്ച് ഇങ്ങനെ നടക്കുന്നു, മുട്ടുകാലയിൽ എഴയുന്നു, എന്നിട്ട് പിന്നെ പിച്ച വെച്ച് നടക്കുന്നു. എന്നിട്ട് ആ കൊലുസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യശോദാമ്മ എപ്പോഴും ഒരുപാട് മണികളുള്ള കൊലുസായിടുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണൻ നടക്കുന്ന സമയത്തുണ്ടല്ലോ ഓടിപ്പോകുന്നതൊക്കെ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തൊക്കെ എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മണിയുള്ള കൊലുസിടും. കൊലുസിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഈ മണിയുടെ ഒച്ച കേട്ടിട്ട് പിടിക്കുക എവിടെയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഇതില് എല്ലാവരെയും അതിമോഹിപ്പിച്ചു എന്നുള്ളതാ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അനസരതി ജനമുഖ്യ കൗതുക വ്യാകുലാക്ഷേ കിമവികൃതനിനാദം വ്യാഗസന്തോ ദ്രവന്തോ വലിത പതനപത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമവന വിദദാധേ കൗതുകം വാസുദേവ. അനുസരതി ജനമുഖ്യേ കൗതുക വ്യാകുലാശേ കിമവികൃതനിനാദം വ്യാഗസന്തോ ദ്രവന്തോ ഫലിത പതനപത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമവന വിദദാധേ കൗതുകം വാസുദേവ. അനുസരതി ജനൗക്യേ കൗതുക വ്യാകുലാശേ കിമവികൃതനിനാദം വ്യാഗസന്തോ ദ്രവന്തോ
വലിതപതനപത്മം പിഷ്ടതോ ദത്തദൃഷ്ടി കിമവന വിദദാധേ കൗതുകം വാസുദേവ. അനുസരതി ജനൗഖ്യേ കൗതുക വ്യാകുലാശി കിമവി കൃതനിനാദം വ്യാഗസൃന്തോ ദ്രവന്തോ വലിതപതനപത്മം പിഷ്ടതോ ദത്തദൃഷ്ടി കിമവന വിദദാധേ കൗതുകം വാസുദേവ. കൗതുകം വാസുദേവ വിദദാധേ. അനുസരതി ജനൗഖ്യേ കൗതുക വ്യാകുലാശി കിമവി കൃതനിനാദം വ്യാഗസൃന്തോ ദ്രവന്തോ വലിത വദനപത്മം പിഷ്ടതോ ദത്തദൃഷ്ടി കിമവന വിദദാധേ കൗതുകം വാസുദേവ. വായിക്കാമോ? ഹരേ കൃഷ്ണ മാതാജി. അനുസരതി ജനൗഖേ കൗതുകം വ്യാകുലേശേ കിമവികൃത നിദാനം വ്യാഗസന്തൗ ദ്രവന്തൗ വലിതവദന പത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവന വിദാദേ കൗതുകം വാസുദേവ. ഹരേ കൃഷ്ണ. വിദദാധേ വിദദാധേ കൗതുകം വാസുദേവ. വായിച്ചോ. അനുസരതി ജനൗഘേ കൗതുക കാവ്യകുലാക്ഷേ കിമപി കൃത നിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദന പത്മം പുഷ്ടതോ ദത്തദൃഷ്ടി കിമവീന വിദാദേ കൗതുകം വാസുദേവ. ഹരേ കൃഷ്ണ. കൗതുക വ്യാകുലാശേ. വ്യാകുലാശേ കൗതുക അവിടെ എടുത്തില്ലേ, എന്നിട്ട് വ്യാകുലാശേ. അടുത്താൾ വായിക്കൂ. ഹരേ കൃഷ്ണ. അനുസരതി ജനൗഖ്യേ കൗതുക വ്യാകുലാശേ കിമവികൃത നിനാദം വ്യാഗസന്തൗ ദ്രവന്തൗ വലിതവദന പത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവന വിദാദേ കൗതുകം വാസുദേവ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ഒരാളോട് വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃത നിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദന പത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവന വിദദാദേ കൗതുകം വാസുദേവ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രൗഢി വായിക്കേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാശേ കിമപി കൃതനിനാദം വ്യഹസന്തോ ദ്രവന്തോ വലിതവദന പത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമപി വിദദാതേ കൗതുകം വാസുദേവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനുസരതി ജനൗഖ്യേ കൗതുക വ്യാകുലാശേ. എന്താ ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ മണ്ടി നടക്കുന്ന സമയത്തുണ്ടല്ലോ, അയ്യോ വീഴും എന്ന് പറഞ്ഞ് ഈ ഗോപന്മാരും ഗോപികമാരും കൂടി പുറകിൽ പോകുന്ന സമയത്ത് ഒരു 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 കള്ള പുഞ്ചിരി ചിരിച്ചും അവരെ നോക്കി ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് പിന്നെ വണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങും എന്നുള്ളതാ. എന്തോ ഒരു ഒച്ച പുറപ്പിച്ചിട്ട് ഈ ചിരി ഇരിക്കുന്നത്, നിങ്ങളെ ഞാൻ പറ്റിച്ചേ എന്നുള്ള ആ ഒരു ചിരി. വലിത പതനപത്മം എന്നിട്ട് ഇത് സാക്ഷാൽ ഭഗവാന്റെ കുസൃതി. ഇങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് കൃഷ്ണനും ബലരാമനോട് വണ്ടി പോകുന്ന സമയത്ത് ഗോപന്മാരും ഗോപികമാരും കൂടി ഈ കൊച്ചുങ്ങളെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സ്പീഡിലങ്ങ് പോകും. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്പീഡിലങ്ങ് പോകും. എന്നിട്ട് ആ ചിരിയുടെ ആ ഒരു ഭംഗിയിലുണ്ടല്ലോ ഈ ഗോപന്മാരും ഗോപികമാരും എല്ലാം അങ്ങ് നിശ്ചലരായി പോകുന്നുള്ളതാ. കിമവന വിദദാദേ കൗതുകം വാസുദേവ. ഹേ വസുദേവപുത്ര വാസുദേവ, എന്തെല്ലാം കാണികൾക്ക് എത്ര കൗതുകമാ കൊടുത്തത്. കൗതുകം വാസുദേവ. കിമവന വിദദാദേ കൗതുകം വാസുദേവ. ഈ കാണികൾക്ക് എന്തെല്ലാം കൗതുകമാ ഭഗവാനെ അങ്ങ് കൊടുത്തതെന്നുള്ളത്. അത് എന്താ, ഇപ്പൊ കുറച്ച് പിച്ച വെച്ച് നടക്കാൻ പഠിച്ചു. അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വീഴുമെന്നുള്ള പേടിയിൽ ഗോപന്മാരും ഗോപികമാരും ഇവരുടെ പുറകെ പോകുന്ന സമയത്തുണ്ടല്ലോ നേരെ കുറച്ചുകൂടി സ്പീഡിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഇവരെ എവിടം വരെ ആയി നോക്കും. എന്നിട്ട് കുറച്ചുകൂടി സ്പീഡിൽ പോകും. ഒരു പൊട്ടിച്ചിരിച്ചുകൊണ്ടാ പോകുന്നെന്നുള്ളത്. അങ്ങനെ പിന്നെ ഇവര് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെയും അങ്ങനെ മുന്നോട്ട് ഭയങ്കര സ്പീഡിൽ പോയി ഇവരെ പറ്റിച്ചേ എന്നുള്ള രീതിയിൽ. അന്നേരം പട്ടതിരിപ്പാട് എന്താ പറയുന്നേ, വാസുദേവ, വസുദേവയുടെ പുത്രനായിട്ടുള്ള വാസുദേവ, അങ്ങനെ
കാണികർക്ക് എന്തെല്ലാം കൗതുകമാണ്. അമ്പാടിയിലുള്ള എല്ലാവരെയും അങ്ങ് ഏറ്റവും ആനന്ദത്തില് ആറാടിച്ചു എന്നുള്ളതാ ഈ രീതിയിൽ പറയുന്നതെന്നുള്ളതാണ്. ദ്രുവഗതിശുഭവന്താ ബുദ്ധിതോ ലിപ്തപങ്കോ ദിവിമുനിഭിരുപങ്കേ അസ്മിതം വന്ദ്യമാനോ ധൃതമതജനനീഭ്യാ സാനുകമ്പം ഗൃഹീതോ മുഹുരവിപരിരപ്തോ ദ്രാഗ്ഭുയുവാൻ ചുംബിതൗ ച ദ്രുതഗതിഷുപദം തോ ഉത്ഥിതോ ലിപ്തപങ്കോ ദിവിമുനിഭിരുപങ്കേ സസ്മിതം വന്ദമാനോ ദ്രുതപദജനനീഭ്യാ സാനുകമ്പം ഗൃഹീതോ മുഹുരവിപരിരപ്തോ ദ്രാഗുവാൻ ചുംബിതൗ ച ദ്രുതഗതിഷുപദന്തോ ഉത്ഥിതോ ലിപ്തപങ്കോ ദിവിമുനിഭിരുപങ്കേ സസ്മിതം വന്ദ്യമാനോ ദ്രുതമലജനനീഭ്യാ സാനുകമ്പം ഗൃഹീതോ മുഹുരവിപരിരപ്തോ ദ്രാഗുവാൻ ചുംബിതൗ ച മുഹുരവിപരിരപ്തോ ദ്രാഗുവാൻ ചുംബിതൗ ച ദ്രുതഗതിഷു പതന്തോ ഉത്ഥിതോ ലിപ്തപങ്കോ ദിവി മുനിഭിരുപങ്കേ സസ്മിതം വന്ദ്യമാനോ ദ്രുതമതജനനീഭ്യാ സാനുകമ്പം ഗൃഹീതോ മുഹുരവിപരിരപ്തോ ദ്രാഗുവാൻ ചുംബിതൗ ച. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ദ്രുതഗതിഷു പന്തതൗ ഉദിതൗ ലിപ്തപങ്കൗ ദിവിമുനിഭിരുപങ്കേ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമദേ ജനനിഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരപ്തൗ ദ്രാഗുവാം ചുംബിതൗ ച. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചോളൂ. വായിക്കാത്തവരോട് വായിക്കേ. ഹരേ കൃഷ്ണ. ദ്രുതഗതിഷു പതന്തൗ ഉദ്ധിതൗ ലിപ്തപങ്കൗ ദിവിമുനിഭിരുപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമദജനനീഭ്യം സാനുകമ്പം ഗൃഹീതൗ മുഹുരവി പരിരപ്തൗ രാഗ്യുവാം ചുംബിതൗ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ദ്രുതഗതിഷു പന്താവുദ്ദിതൗ ലിപ്തകമ്പൗ ദിവിമുനിരവം കൈ സ്വസ്മിതം വന്ദ്യമാനൗ ദ്രുതമദജനനീഭ്യാ സാനുകമ്പം ഗൃഹീതൗ മുഹുരവി പരിരപ്തൈ ദ്രാഗ്വാം ചുംബിതൗ ച. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. വായിക്കാത്തവർ വായിക്കേട്ടോ. ദ്രുതഗതിഷു പതന്തൗ ഉദ്ധിതൗ ലിപ്തപങ്കൗ ദിവിമുനിഭിരുപങ്കേ സസ്മിതം വന്ദ്യമാനോ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരവിപരിരപ്തൗ ദ്രാഗുവാം ചുംബിതൗ ച. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ദ്രുതഗതിഷു പതന്താവുസ്ഥിതൗ ലിപ്തപങ്കോ ദിവിമുനിഭിരുപങ്കേ സസ്മിതം വന്ദ്യമാനോ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരവിപരിരപ്തോ ദ്രാഗ്വാം ചുംബിതൗ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരേലും ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. വായിച്ചു. ദ്രുതഗതിഷു പതന്താവുദ്ധിതൗ ലിപ്തപങ്കൗ ദിവിമുനിഭിരുപങ്കേ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരവിപരിരപ്തൗ ദ്രാഗ്വാൻ ചുംബിതൗ ച. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആ പ്രഭുജി, ഉണ്ണികൃഷ്ണൻ പ്രഭുജി കേറിയിട്ടില്ലേ? അദ്ദേഹത്തിന് വായിക്കാൻ പറ്റുമെന്ന് വായിച്ചോളൂ. ഏതായാലും കടുവറക്കാൻ മുളകൾ കൂടുതൽ വരുന്നുണ്ട്. വായിച്ചോളൂ. കേറിയിട്ടില്ലേ? കേറിയിട്ടില്ലെന്ന് തോന്നുന്നു മാതാജി. സുനിത മാതാജി കേറിയിട്ടില്ലല്ലോ. വായിച്ചോട്ടെ. വായിച്ചോന്നല്ലേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്രുതഗതിഷു പതന്താവുസ്ഥൗ ലിപ്തപങ്കോ ദിവിമുനിഭിരുപങ്കൈ സസ്മിതം വന്ദ്യമാനോ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരവി
പരിഭ്രാഗ്വാം ചുംബിതൗ ച. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. എന്നെ ഒരു പ്രഭു വായിച്ചോ, പീതാംബര പ്രഭു വായിക്കൂ. ഹരേ കൃഷ്ണ. ദ്രുതഗതിഷു പതന്താൗ സ്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരാപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമത ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച. ഹരേ കൃഷ്ണ. ദ്രുതഗതിഷു പതന്താ ഉത്തിതോ ലിപ്തപങ്കോ. അങ്ങനെ കുതിച്ചു മണ്ടുമലുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് വീഴും. എന്നിട്ട് എന്ത് ചെയ്യും? തട്ടി പടഞ്ഞ് എഴുന്നേൽക്കും. ദിവിമുനപുരപങ്കെ സസ്മിതം ബന്ധമാനോ. ഈ രംഗം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ദേവന്മാർക്കും ദേവലോകത്തൊന്നും അല്ല അവരിയ്ക്കുന്നത്. ഇപ്പൊ എന്താ, ആകാശത്തില. മുനിമാരും അതേപോലെ തന്നെ അവരുടെ ഗുഹകളും ഹിമാലയം എല്ലാം വിട്ടിട്ടുണ്ടല്ലോ, ആകാശത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന്റെ ഈ ബാലലീലകൾ കാണാൻ വേണ്ടിയിട്ടെന്നുള്ളതാ. എന്നിട്ട് അവരെന്ത് ചെയ്യും? സസ്മിതം വന്ദമാനോ, പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാനെ വന്ദിക്കുന്നു. ദുരിതമത ജനനീഭ്യ സാനികമ്പം ഗ്രഹിച്ചു. അവര് കുഞ്ഞുങ്ങൾ വീഴുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? യശോദ രോഹിണി ഓടി വരും. ഓടി വന്നിട്ട് എന്ത് ചെയ്യും? തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ കരച്ചിലൊന്നും അല്ല, ആരെങ്കിലും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കരയുക. ആരും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മിണ്ടാതെ എഴുന്നേറ്റ് നടക്കും എന്നുള്ളതാ. അങ്ങനെ ഈ രോഹിണി യശോദയും വന്നിട്ട് രണ്ടുപേരും വാരി എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ കളികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാ. അങ്ങനെ പരിരപ്തോ ദ്രാഗ്യുവ ചുംബിതോച്ചോ. എടുത്ത പടിയെ എന്നിട്ട് ത്വരിത്തരെ അമ്മമാരാൽ ചുംബിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഓരോരോ ലീലകള്, ആ ലീലകൾ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞുങ്ങൾ എങ്ങനെയാ കാണിക്കുന്നത് അതേപോലെ. അതല്ലേ പറയുന്നത്, ഭഗവാൻ എന്താ, മനുഷ്യൻ എന്തെല്ലാം കാണും. മനുഷ്യൻ നമുക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ പരിപൂർണനായിട്ടുള്ള ഭഗവാനാണ്. എന്നിട്ട് ആ ഭഗവാൻ ഗോലോക വൃന്ദാവനം വിട്ടിട്ട് ഈ ഇവിടെ ഈ ഭൂലോകത്ത് വന്നു എന്നുള്ളത്. ഭൂലോകത്ത് എന്താണ്? അശാശ്വതമല്ലേ ഇവിടെ എല്ലാം ഉള്ളതെന്നുള്ളത് അല്ലേ. ദുഃഖാലയം അശാശ്വതമാണ് ഈ ഭൂലോകം. പക്ഷെ ആ ഭൂലോകത്തിലായി കഴിഞ്ഞാൽ പോലും ഭഗവാൻ എന്തിനു വേണ്ടിയിട്ട് വന്നു? എല്ലാവർക്കും തന്റെ സ്നേഹം കൊണ്ട് എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളതാ ഭഗവാന്. അതുകൊണ്ട് നാരായണനെ പഠിക്കുന്നവരായിക്കട്ടെ, നാരായണൻ പഠിച്ചു കഴിഞ്ഞാൽ അവരേത് വലിയ ആന മറിച്ച മട്ടാ കാണിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, അവരെല്ലാവരും ആണെന്നുണ്ടെങ്കിലും പാപത്തിലായി കഴിഞ്ഞാലും നമ്മുടെ ആ അഭിമാനം അത് ഇല്ലാതാവണം. അതിനു വേണ്ടിയിട്ടാ. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താ, ഈ നാരായണി അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ നാരായണി വരെ ഏതാണ്ട് വലിയൊരു ഭാവമാണെന്നുള്ളത്. പക്ഷെ ആ ഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ ഭാവം ആർക്കുണ്ടായി കഴിഞ്ഞാലും ഉണ്ടല്ലോ അവർ നാശത്തിലേക്ക് പോകുള്ളൂ എന്നുള്ളതാ. താഴുന്നിടത്തോട്ട് വെള്ളം പോകത്തുള്ളൂ, അല്ലാതെ മേളിലോട്ട് വെള്ളം പോവില്ല. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നീരെങ്ങനെയാണ്, എവിടെയാ കെട്ടിക്കിടക്കുന്ന ആ നീരിനെ ആർക്കും വേണ്ട അല്ലെ, ദുർഗന്ധമായിരിക്കുന്നുള്ളത്. പക്ഷെ ആ നീര് താഴോട്ട് പോയി നല്ല ഒഴുക്കില് പോയിട്ട് എവിടെ ചെന്ന് അവസാനിക്കുന്നത്? സമുദ്രത്തിലേക്കാണെന്നുള്ളത്. അതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികൾക്ക് എല്ലാവർക്കും എന്താണ് ഒരു പർപ്പസ് ഉള്ളത്? എല്ലാവർക്കും പരോപകാരം ചെയ്യാം. ആ നദി എവിടെ ഏത് വഴി കൂടി ഒഴുകുന്നുണ്ടോ ആ വഴിയിലുള്ള എല്ലാ സസ്യജാലങ്ങൾക്കും അല്ലെന്നുണ്ടെങ്കിൽ കൃഷിസ്ഥലങ്ങൾക്കും പിന്നെ ആൾക്കാർക്ക് കുടിക്കാനൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും തുണി നനയ്ക്കാനായാലും കുളിക്കാനൊക്കെ ഉണ്ടായാലും എല്ലാം അത് പരോപകാരിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെയാ വന്ന് അവസാനിക്കുന്നത്? അതിന്റെ ഒരു എവിടേക്കാണ് അതിനൊരു പർപ്പസ്? സമുദ്രത്തിലേക്കാണ്. ആ സമുദ്രത്തിലാണ് വന്ന് അത് അവസാനിക്കുന്നതെന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ നമുക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ദേഹം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഓരോരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. ഈ ശരീരം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ എൻ്റെ മക്കളെ, എൻ്റെ കെട്ടിയോനെ എൻ്റെ കെട്ടിയോളെ അല്ലെന്നെ എൻ്റെ പിള്ളേര് അല്ല. അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു നരകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ നോക്കിക്കോ, 24 നരകത്തെ ഞാൻ ഇപ്പൊ പറഞ്ഞു പേടിപ്പിക്കുന്നില്ല. ഞാൻ എന്റേത് മാത്രം ഇരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരും പരോപകാരികളായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് എത്ര വേറുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നദിയെ പോലെ തന്നെ, അതേപോലെ തരുവിനെ പോലെ. തരുവ് എന്ന് പറഞ്ഞ വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഫലങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര ഏറായിരിക്കും. പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മളായിക്കഴിഞ്ഞാലും തോട്ടം കൊണ്ട് വലിച്ചിടുമ്പോഴും ഒക്കെ അതിനൊക്കെ നോവുന്നുള്ളത്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പറിച്ചോളൂ കായ്കനികൾ എന്ന് പറഞ്ഞിട്ട് തല കുനിച്ചാ തരുന്നെന്നുള്ളത്. അതുകൊണ്ട് തൃണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല്.
പുല്ലെങ്ങനെയാ എത്ര നിങ്ങൾ വേണമെങ്കിലും ഞങ്ങളുടെ മുകളിൽ കൂടെ ചവിട്ടിക്കോ, നിങ്ങളുടെ കാലിന് വേദന ഉണ്ടാവരുത്. അങ്ങനെയുള്ള ആ പരോപകാരം എല്ലാവരും അങ്ങനെ ആ രീതിയിലാണ്. എന്നിട്ട് പക്ഷെ ലാസ്റ്റിൽ അവരെവിടെയാ, അവർക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്കാണ് നമ്മളും അതേപോലെ ആയിരിക്കണം. നമ്മുടെ ഈ ജന്മം തന്നിരിക്കുന്ന ഭഗവാൻ എന്തൊക്കെയോ നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ജന്മം സഫലമാക്കി എടുക്കണം. നമ്മൾ പിന്നെ ചെന്ന് ചേരേണ്ടത് എവിടേക്കാണ്? നദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ നമുക്കും അവസാനം ചെന്ന് ചേരേണ്ടത് ആ ഭഗവാൻ ലോകത്തിലേക്കാണ്. ആ ലോകത്തിൽ കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കർമ്മങ്ങൾ ഒരു ശകലം പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. പുണ്യമായി കഴിഞ്ഞാലും പാവമായി കഴിഞ്ഞു കഴിഞ്ഞാലും. അതുകൊണ്ടുണ്ടല്ലോ ഒരു കാര്യം നമ്മൾ ചെയ്യണം. എപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്ത് നല്ലവരായിട്ട് ഭഗവാന്റെ ആ ഡാമിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രയാണമായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അന്നേരം എല്ലാരും വിചാരിക്കും മാതാജി എപ്പോഴും ചാവുന്ന കാര്യം മാത്രമേ പറയും. അല്ല, നമ്മൾ ജനിച്ച സമയം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ എത്ര നാളത്തേക്കാണ് ഉള്ളതെന്നുള്ളത്. ആ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോയാലേ പറ്റത്തുള്ളൂ. അന്നേരം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ഏത് ലോകം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഇപ്പം നദിയെ പോലായിരിക്കണം, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ പോലായിരിക്കണം, അല്ലെങ്കിൽ തൃണത്തെ പുല്ലിനെ പോലായിരിക്കണം. നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ചെയ്തിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് പ്രാപ്തി നമുക്ക് ഉണ്ടാവും. ദ്രുതഗതിശുഭദന്തോ അത് പഠിച്ചു. അശ്രുതകുജഭരമംഗീതാരയും ദീഭവന്തം തരളമതി യശോദന്യധന്യ കപടപശുവമധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുലഹൃത്യ വേഷവക്രം ജഗർഷ്യ സ്നുതഭുജ പരമംഗേ ധാരയും ദീഭവന്തം തരളമതി യശോദന്യധന്യ കപടപശുവമധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുലഹൃത്യ വേഷവക്രം ജഗർഷ്യ സ്നുതഭുജ പരമംഗേ ധാരയും ദീഭവന്തം തരളമതി യശോദന്യധന്യ കവട പശുപ മധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുലഹൃത്യ വേഷവക്രം ജഗർഷ്യ ശ്രുതകുജ ഹരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദന്യധന്യ കവട പശുപ മധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുലഹൃത്യ വേഷവക്രം ജഗർഷ്യ സ്നുത കുജ പരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദ സ്തന്യതാ ധന്യ കപട പശുവ മധ്യേ മുക്തഹാസാങ്കുരം ദേ ദശനമുകുലഹൃത്യ വീഷവക്രം ജഗർഷ്യ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ മാതാജി. കുജഭാരമംഗീ ധാരയന്തി ഭവന്തം തരളമതി യശോദാ സ്തന്യതാ ധന്യ കപടപശുപ മധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുളഹൃത്യം വീക്ഷ്യം വക്രം ജഗർഷ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരി ബോൽ. സുനതകുജ പരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാ സന്യതാ ധന്യ കപടപശുപമധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്രം ജഗർഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചു. വാസുദേവായ. മൃതകുജരഭംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാ സ്തന്യധാ കപടപശുപാ മധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുളഹൃത്യം വീക്ഷ്യ വക്രം ജഗർഷ്യ. ഹരേ കൃഷ്ണ. ഹരി ബോൽ. ഹരേ ഒരു കൃഷ്ണ. പ്രവൃത്തി വായിച്ചോളൂ. ആരും വായിക്കാൻ തുടങ്ങി. വായിച്ചോ. വാസുദേവായ. സ്നുതകുജ പരമംഗേ ധരയന്തി ഭവന്തം തരളമതി യശോദാ സ്തന്യധാ ധന്യ കപടപശുപ മധ്യേ മുക്തഹാസാങ്കുരം
സാങ്കുരം തേ മുക്തഹാസാങ്കുരം തേ കറക്റ്റാ. ദശനമുകുലഹൃദ്യം ദശനമുകുലഹൃദ്യം ഹരേ വീക്ഷ്യ കൃഷ്ണ മാതാജി. വെരി ഗുഡ്, നന്നായി വായിച്ചു കേട്ടോ. സുനിൽ ഒന്ന് വായിച്ചോ. ഹരേ കൃഷ്ണ മാതാജി. ആ ശ്രുതകുജഭരമംഗേ ധാരയന്തി ഭവന്തം സർളമതി യശോദാ സന്യദാ ധന്യധന്യ കപടപശുപ മധ്യേ മുഗ്ധഹാസാങ്കുരം ദേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ഹരേ കൃഷ്ണ. ഹരിപ്പോ സ്നുതകുജഭരമംഗേ ധാരയന്തി ഭവന്തി. ഹരേ കൃഷ്ണ. വായിക്കണോ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ ഉണ്ണികൃഷ്ണൻ പ്രഭു. ആ ഹരി ഹരേ ഹരി കൃഷ്ണ. ക്ലാസ്സിൽ കയറുന്നുണ്ടായിരുന്നോ? ഇല്ല, സുനിത മാതാജിയുടെ കൂടെ. സുനിത മാതാജിയുടെ ഹസ്ബൻഡാണ്, എറണാകുളം. മനസ്സിലായി. ഓക്കെ. ക്ലാസ്സിൽ കയറുന്നുണ്ടായിരുന്നു. ഇപ്പൊ വായിക്കുന്നുണ്ടോ? വായിക്കണോ? വായിക്കുന്നു മാതാജി. വായിച്ചാട്ടെ. ശ്രുതകുജ പരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാ സന്യദാ ധന്യധന്യ കപടപശുപ മധ്യേ വൃദ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം ഭീഷ്യ വക്തും ജഹർഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. വെരി ഗുഡ്. മുക്തഹാസാങ്കുരം ദേ. അത് സ്നുതകുജരമംഗി ധാരയന്തി. എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ അമ്മമാര് ഭാര്യ എടുത്ത് കൊച്ചുങ്ങളെ എടുത്തിട്ട് എന്ത് ചെയ്യും? പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് മടിയിലിരുത്ത്. എല്ലാ അമ്മമാരും ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് എന്താ, ആ കുഞ്ഞുങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുഖത്ത് ഇങ്ങനെ നോക്കുന്നിട്ട് അവരുടെ ആ ഒരു പാലിൽ അവരങ്ങനെ ലയിച്ചിരിക്കുന്നതും, പിന്നെയാണെന്നുണ്ടെങ്കിൽ വളരെ ആനന്ദത്തോടുകൂടി അത് കുടിക്കുന്നതും, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു പുഞ്ചിരിയൊക്കെ ഇത് ചെയ്തിട്ട്, അല്ല ഇവിടെ എന്താ കപട പശുവ കാവട്ടിയല്ലേ കാണിക്കുന്ന? യഥാർത്ഥത്തിൽ ഗോപാലനാണോ? അല്ലല്ലോ. എന്നാൽ തന്നെ ആ യഥാർത്ഥമായിട്ടുള്ള ഗോപാലനായിട്ട് ഇവിടെ എത്രയാ ഭഗവാന് അഭിനയിക്കുന്നേ നോക്ക്. മുക്ത ഹാസാങ്കുരം ദേ ദശനമുകുലഹൃദ്യം എത്ര ജഹർഷ. എന്നിട്ട് അതങ്ങോട്ട് കാണുമ്പോഴുണ്ടല്ലോ അമ്മമാരുടെ ഹൃദയം എത്രയോ തണുക്കുന്നുള്ളതാ. നമ്മുടെ അമ്മമാരെല്ലാം ഇതേപോലെ തന്നെയാ ചെയ്തിരുന്നെന്നുള്ളതാ. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയൊന്നും സൗകര്യവും സന്ദർഭങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ തന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെല്ലാം തന്റെ സ്തനപാനമാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചെന്നുള്ളത്. ആ അമ്മമാരെ കുറച്ച് കഴിയുന്ന സമയത്ത് തള്ളിപ്പറയുക, അല്ലെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ നടയിൽ കൊണ്ടിരുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും കൊണ്ടിരുത്തുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനാഥാലയത്തിൽ തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു മഹാപാവമാ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ കുറച്ചൊരു പിൻ സൈഡിലോട്ട് ചിന്തിക്കണം. ആ ചിന്തിക്കുന്ന സമയത്തുണ്ടല്ലോ ആ അമ്മയുടെ സ്നേഹം, ആ അമ്മയുടെ ലാളന, ആ അമ്മയുടെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്കത് മനസ്സിലാവും എന്നുള്ളത്. അന്നേരം നമ്മള് ആ അമ്മയുടെ എത്രയായി കഴുകി വണങ്ങി അവരെ എന്നും പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അത്രയും ഉയർച്ച വരും എന്നുള്ളത് എല്ലാ ആൾക്കാരും ഇത് മനസ്സിൽ വിചാരിക്കണം. അതാണ് ഭഗവാനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതെന്നുള്ളതാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ അമ്മയും തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ വളർത്തി മുന്നോട്ട് കൊണ്ടുവന്നു നമ്മൾ നമ്മുടെ സ്വന്തം കാലം നിൽക്കാറാവുന്ന സമയത്ത് അമ്മയോ ഏതമ്മ, ഏതച്ഛന്, ഏത് സഹോദരങ്ങൾ എന്നുള്ള ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഉയർച്ച വരില്ല. ഭഗവാൻ അതിനാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതെല്ലാം കാണിച്ചു തരുന്ന. കപട പശുവിനാണ് ആ യഥാർത്ഥത്തിലുള്ള ഗോപാലനാണ് ഇത്. ആ ഗോപാലനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നു ഒരമ്മയുടെ സ്നേഹം, ഒരമ്മയുടെ വാത്സല്യം. ആ മക്കളെ എത്ര അമ്മമാരെയായി വേദനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആ അമ്മ ഒരിക്കലും മകന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ശാപവാക്കുകൾ ഉച്ചരിക്കില്ല എന്നുള്ളത്. അവരുടെ വെളിയിലെങ്ങാനും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരൊരിക്കലും ഉള്ളാലെ അവർക്ക് ഏക്കണം എന്നുള്ള രീതി അവരത് ഒരിക്കലും പറയില്ല എന്നുള്ളത്. അതാണ് അമ്മ. ഇവിടെ യശോദ നോക്കും, ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യവതിയായ യശോദ എങ്ങനെയാണ് അല്ലേ ത്രൈലോകിനാഥം ചെയ്യിക്കുന്നുള്ളത്. ആ കുട്ടിയെ ഒരുക്കുക, ഭഗവാനെ കുളിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും മനുഷ്യക്കുട്ടി എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയുള്ള എല്ലാ ഭാവത്തോടും കൂടി
ഭഗവാനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു ആ അമ്മ. അന്നേരം നമുക്ക് ആദ്യം യശോദാമ്മയെ വണങ്ങാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും മഹാഭാഗ്യവതിയായിട്ടുള്ള ഇനി ഒരിക്കലും വരാനും പോകുന്നില്ല, ഇതുവരെ വന്നിട്ടുമില്ല. ഇത് കഴിഞ്ഞതിലും ആർക്കും ഇല്ല, ഇപ്പോഴും ആർക്കും ഇല്ല, ഇനി വരാനും പോകുന്നില്ല എന്നുള്ളത്. അത്രയ്ക്കും മഹാഭാഗ്യവതിയായിട്ട് നമുക്ക് കോടി കോടി പ്രണാമം എന്നുള്ളത്. അങ്ങനെ ഭഗവാന്റെ ബാലലീലകള് 5 നമ്മൾ എടുത്തു. ചെയ്യാം, നാളെ ബാക്കിയുള്ളത് എടുക്കാം. അങ്ങനെ നമുക്ക് ഭഗവാന്റെ തൃപ്പാദത്തില് ഇത്രയും പഠിപ്പിച്ചതെല്ലാം തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ, ഹരി ബോൾ, ഹരേ കൃഷ്ണ.